കൃപാസന മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ആൻ മേരി. ഞാൻ ആലുവായിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ജൂൺ 3-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയുടെ പ്രധാന നിയോഗം ഒരു കുഞ്ഞിനെ ലഭിക്കാനായിട്ടാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. ഡോക്ടേഴ്സിൻ്റെ അടുത്തെല്ലാം പോകുമ്പോൾ എല്ലാ റിസൾട്ടും ഓക്കെ ആയിരുന്നു. ബ്ലഡ് ആണെങ്കിലും സ്കാൻ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്രശ്നവും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ആൻറ്റിക്ക് കൃപാസനത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ എന്നോട് പങ്കുവെക്കുന്നത്. ആൻറ്റി 2019 തുടങ്ങി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ആൻറ്റി എന്നോട് ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവമേ എനിക്കും ഒരു അനുഗ്രഹം ഇതുപോലെ വേണം. അങ്ങനെ അതിയായ ആഗ്രഹത്തിലാണ് ഞാനിവിടെ ജൂണിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി ഡോക്ടർ ഒന്നും കൂടി പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്തല്ലേ, നമുക്കൊരു ജനറ്റിക്കിൻ്റെ ടെസ്റ്റും കൂടി ചെയ്യാം, അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കാം, അത് കഴിഞ്ഞിട്ട് IVF-ഉം അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ടെസ്റ്റിന് ബ്ലഡ് എല്ലാം കൊടുത്ത് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ കാരണം കൊണ്ട് ഹോസ്പിറ്റലൊന്നും പോയില്ല. പിന്നെ നമ്മൾ ഒക്ടോബർ 6-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്ക് ഭയങ്കര തലകറക്കവും ഛർദിയൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ആദ്യം തന്നെ അതിൻ്റെ റിസൾട്ടാണ് എനിക്ക് കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ജനറ്റിക്കലി ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് നോർമലി കൺസീവ് ആവാൻ പറ്റില്ല. IVF ചെയ്താലും അത് കഴിഞ്ഞിട്ട് എംബ്രിയോയുടെ വേറെ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ടെസ്റ്റ് ചെയ്ത് അതിൽ കുഴപ്പങ്ങളൊന്നുമില്ലാന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് IVF എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എംബ്രിയോസ് ഡാമേജ് ആവാനും ചാൻസസ് ഉണ്ട്. അപ്പം ഭയങ്കര വിഷമിച്ചാണ് അന്ന് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് പീരിയഡ്സ് ആവാനുള്ള മരുന്നും തന്നു. കാരണം ഡോക്ടറും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഞാൻ പ്രഗ്നൻ്റ് ആകുമെന്ന്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാനതെൻ്റെ വീട്ടിലുള്ളവരായിട്ട് ഷെയർ ചെയ്തു, എൻ്റെ ഒരു ആൻറ്റിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എന്തായാലും പീരിയഡ്സ് ആയിട്ടില്ലല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ അന്ന് രാത്രിയായിരുന്നു. അപ്പോൾ വേഗം തന്നെ അങ്കിള് ചെക്ക് ചെയ്യാനുള്ളതെല്ലാം വാങ്ങിച്ചു തന്ന് ഞാൻ നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പറഞ്ഞു വരാൻ പറഞ്ഞു. വന്നപ്പോൾ അവർ സ്കാനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ച് ഓൾറെഡി 9 വീക്സ് ഓൾഡായിരുന്നു. കൊച്ചിനാണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം പറഞ്ഞെങ്കിൽ 3 മാസത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന്. 3 മാസത്തെ സ്കാനിങ്ങിലും 5-ാമത്തെ സ്കാനിങ്ങിലൊന്നും കൊച്ചിനൊരു കുഴപ്പവും ഉണ്ടായില്ല. അതുപോലെ ഏപ്രിൽ 24-ാം തീയതി എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. അവൻ്റെ മാമോദീസയായിരുന്നു കഴിഞ്ഞ സൺഡേ. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്, അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാനിവിടെ വരുമ്പോൾ ഒരു കുഞ്ഞായിട്ട് വരാൻ ഉള്ളൊരു അനുഗ്രഹം എനിക്ക് തരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ സൺഡേ ആണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി, 10-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. എനിക്കിവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. 1000 നന്ദി മാതാവിനോടുണ്ട്. ഈ അത്ഭുതം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ദൈവമാതാവിന് 1000 നന്ദി. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിൻ്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അപ്പോൾ അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, സന്താനമൊന്നുമില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണുണ്ടാവുക? എൻ്റെ കുടുംബത്തിൽ പിറന്ന ദാസൻ തന്നെ ആയിരിക്കും എൻ്റെ പിൻഗാമി. അങ്ങനെ പറയുമ്പോഴാണ് ദൈവം അബ്രാഹത്തോട് ഉടമ്പടി ചെയ്യുന്നത്. അതായത് നിൻ്റെ അവകാശി മറ്റാരുമായിരിക്കില്ല, നിൻ്റെ മകൻ തന്നെയായിരിക്കും. പിന്നീട് അബ്രാഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട്, ഈ നക്ഷത്രങ്ങൾ എണ്ണാൻ നിനക്ക് സാധിക്കുമോ? ഇതേപോലെ ആയിരിക്കും നിൻ്റെ സന്തതി പരമ്പരയും എന്ന് പറയുന്നുണ്ട്. ഈ വാഗ്ദാനവും ഈ പ്രതിഫലവുമൊക്കെയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഉടമ്പടി എടുത്തതിന് ശേഷം
ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചില്ലേ? ഉപയോഗിച്ചായിരുന്നു. എല്ലാ ദിവസവും അത് നമ്മൾ ഉപ്പും തൈലവും യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ 9 വർഷമായി ഇതിനു മുൻപും ഈ അൾത്താരയിൽ അതിലേറെ വർഷങ്ങളായ സാക്ഷ്യങ്ങളുമൊക്കെ നാം കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദമ്പതികൾ വന്ന് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ താൻ തന്നെ കൂടെ വരും, ഞാൻ നിനക്ക് ഒരു സന്തതിയെ നൽകുമെന്ന് അബ്രാഹത്തോട് പറഞ്ഞ ആ വാഗ്ദാനം ഇന്നും കർത്താവ് വിശ്വസ്തനാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല, അതായത് അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. എന്തുമാത്രം റിസ്ക് ഉള്ളതാണ് ഇവർക്കിനി ഒരു കുഞ്ഞിനെ ലഭിക്കാൻ തന്നെ, അതും ട്രീറ്റ്മെൻറ്റിലൂടെ ലഭിച്ചാൽ പോലും അതിനും റിസ്ക്കാണ്. ആ ഒരു കണ്ടീഷനിലാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾക്ക് നോർമൽ പ്രഗ്നൻസി ആകുന്നു. അതുപോലെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു കുഞ്ഞ്, ആ കുഞ്ഞുമായിട്ട് ആരോഗ്യത്തോടെയുള്ള കുഞ്ഞുമായിട്ട് ഇന്നിവിടെ വന്ന് നിൽക്കുകയാണ്. അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ളിൽ, അതായത് അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അമ്മയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വരുവാൻ എനിക്കൊരു അനുഗ്രഹം തരണമെന്ന് ഈ മകൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അമ്മ അത് കേൾക്കുന്നു. സ്വർഗം തുറന്ന് എങ്ങനെ ഈ കുടുംബത്തിലേക്ക് അനുഗ്രഹമായിട്ടൊരു കുഞ്ഞിനെ നൽകി എന്നാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.